എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലവും ഈശ്വരാധീനമുള്ളതുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് മീനമാസം 4-ാം തീയതിയാണ്. 18/3/2026 ബുധനാഴ്ചയാണ്. ആദ്യമായി നമുക്ക് പതിവുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രതീക്ഷ ഉള്ള ഒരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ തീരുമാനിക്കുവാനും ദൂരയാത്രയ്ക്കുള്ള ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ആഹ്വാനം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രയോജനപ്രദമായ യാത്രകളായിരിക്കും അത്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുവാനും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പുതിയ രീതിയിലുള്ള ഓഫറുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായൊരു ദിവസമായിരിക്കും. വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ബുക്ക് ചെയ്ത വാഹനങ്ങൾ വരാനും അതെടുക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ വാഹനം എടുക്കാൻ ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമല്ല. വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ഉത്തമം. വ്യാഴവും വെള്ളിയും കൊള്ളാം. അടുത്തതായി നമുക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നോക്കാം. വീഴ്ച, ഒടിവ്, ചുതവ്, മുറിവൊക്കെ ഉണ്ടാകാനും അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കലഹമുണ്ടാകുവാനും അതുമൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. റോഡ് റൂളുകൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. ഫൈനൊക്കെ വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ചില പ്രതികൂല മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ശമനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചില തടസ്സങ്ങൾ മൂലം മനസ്സിന് പ്രയാസമുണ്ടാകുവാനും ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും ഒന്ന് എള്ളിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹം ആരംഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് അത് വളരെയധികം ശ്രദ്ധിക്കുക. കലഹം ഒന്നിനും ഒരു പരിഹാരമായിരിക്കില്ല. കലഹം നമ്മുടെയും കലഹിക്കപ്പെടുന്നവരുടെയും ഒക്കെ മനസ്സമാധാനം കളയുന്നതായതുകൊണ്ട് ഭൂമിയിൽ ചുരുങ്ങിയ ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത്. ആ ജീവിതകാലം വളരെ സന്തോഷത്തോടു കൂടി ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അഭിനയ കലയാക്കിയിട്ടുള്ളവർക്ക്, അഭിനയം ജീവിതമാക്കിയിട്ടുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. അതേപോലെ IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ചില സംരംഭങ്ങളിൽ ഏർപ്പെടുവാനോ ശമ്പള പരിഷ്കരണം മൂലം സാമ്പത്തികം നില ഉയരുവാനോ ഒക്കെ സാധ്യത കാണുന്നു. വാഹനം സ്വന്തമാക്കുവാനോ ഗൃഹം സ്വന്തമാക്കുവാനോ ഒക്കെ അവസരം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കൃതാർത്ഥത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാനവും ദയയും ധർമ്മവും ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് അഭിനേത്രികൾക്ക് അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ശ്രദ്ധേയമായൊരു ദിവസമായിരിക്കും. ശ്രദ്ധേയമായ റോളുകൾ ലഭിക്കുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും അല്ലെങ്കിൽ കമിതാക്കൾക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ വിദേശ യാത്രയ്ക്കുള്ള പുറപ്പാട് തടസ്സപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെയും ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ചില ആഘാതങ്ങൾ ഏൽക്കുവാനും മനപ്രയാസം ഉണ്ടാകുവാനും അസുഖങ്ങൾ അധികരിക്കുവാനും സന്താനങ്ങളിൽ നിന്ന് കലഹമുണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. മുതിർന്നവരുമായി കലഹിക്കുവാനും പല നല്ല കാര്യങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ്. സഞ്ചാരത്തിന് ഉതകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വളരെയധികം നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര പുറപ്പെടുവാനുള്ള അനുമതിയോ അല്ലെങ്കിൽ തീരുമാനമോ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. എന്നാൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റം കാണുന്നില്ല. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
മകം പൂര ഉത്രം കാല ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഭാഗ്യം വരുന്ന ഒരു ദിവസമാണ് എങ്കിൽ കൂടിയും വളരെയധികം നിരാശ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഗൃഹോപകരണങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ മെഷീനുകളോ വലിയ വിലപിടിപ്പുള്ള മെഷീനുകളോ ഒക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് ചില നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വർക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള പ്രൈസ്മെൻറ്റ് ശരിയാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളിൽ ചിലരുമായി കലഹിക്കുവാൻ വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അതുപോലെ ആരോഗ്യസ്ഥിതിയിൽ വലിയ വ്യത്യാസം വരുന്ന ദിവസമാണ്. സ്കിന്നിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അലർജി മൂലം കഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. പ്രായത്തിൽ കുറഞ്ഞവർക്ക് അലർജി മൂലം ഹോസ്പിറ്റലൈസേഷൻ വരുവാനും ഫുഡ് അലർജി ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർത്ത മനസ്സിന് സന്തോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില വിപരീതമായ അനുഭവങ്ങളുണ്ടാകാം. സ്ത്രീകൾ മൂലം പുരുഷന്മാർക്കും പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും ചില കലഹങ്ങളിൽ ഏർപ്പെടേണ്ടതായി കാണുന്നു. ആ കുടുംബ കലഹം മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ വരെ ഉതകുന്ന രീതിയിൽ കലഹം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടതായ ഒരു ദിവസമാണ്. വഴക്കിനോ കലഹത്തിനോ സാധ്യതയുണ്ട്. അതിരു തർക്കത്തിനോ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉടലെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മണ്ണിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ മതിൽ കെട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുവാനും നഷ്ടം വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് നഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ തൊഴിലാളികൾ ചെയ്യുന്ന ചില വിപരീതമായ കാര്യങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകുവാനും ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായി തർക്കിക്കുവാനും വഴക്കിടുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഗൃഹത്തിലെ പങ്കാളിയും ജീവിത പങ്കാളിയും അല്ലെങ്കിൽ തൊഴിലിലെ പങ്കാളിയുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്നാൽ ജലസംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. കിട്ടാൻ ഉണ്ടായിരുന്ന പണം തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉടലെടുക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടാകുന്ന ശാരീരികമായ ആശ്വാസമോ അല്ലെങ്കിൽ രോഗ നിവാരണത്തിലുള്ള മാർഗം തേടുകയോ ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം വളരെ ആനന്ദമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട്. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പേരക്കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന വിശ്രമ ജീവിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസപ്രദവും സന്തോഷപ്രദമായ കുട്ടികളുടെ ഉയർച്ച കണ്ട് ആനന്ദിക്കുവാൻ സന്തോഷിക്കാനും സാധിക്കുന്ന ദിവസമാണ്. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. നിയമം കൈകാര്യം ചെയ്യുന്ന യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാനും അഭിനന്ദനങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ കയറ്റത്തിൽ കയറി ജോലി ചെയ്യുന്നവർക്ക് ഏണി മുതലായി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് പ്ലംബർമാർക്ക് തുടങ്ങിയ ആളുകൾ പെയിൻറ്റേഴ്സിനൊക്കെ ഇന്ന് അപകട സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായിട്ടുള്ള വഴക്കും കലഹങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുവാൻ സാധ്യതയുണ്ട്. അകന്നു നിൽക്കുന്ന പങ്കാളികളുമായിട്ട് ഒത്തുചേരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരുവാനോ
അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി കടന്നു വരുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന വിവാഹം നടക്കുവാനും അതിന് തീരുമാനം എടുക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളുമായി കൂടിയാലോചിച്ച് നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുവാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില പ്രത്യേക തരമായ ചിന്താ വിശേഷങ്ങൾ കൊണ്ട് മനസ്സ് കലുഷിതമാകാൻ സാധ്യതയുണ്ട്. മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. എടുത്തുചാട്ടക്കാരൻ്റെ എല്ലൊടിഞ്ഞ് വിടു വിധി എന്നുള്ള പഴമൊഴി എപ്പോഴും ഓർമ്മിക്കുക. മൂലം നക്ഷത്രക്കാർ പൊതുവെ എടുത്തുചാട്ടക്കാരാണ്. പല ആപത്തുകളിലും ചെന്ന് പെടുന്നത് അതുമൂലമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ വിപരീതമായ അനുഭവം ഉണ്ടാകുമെന്ന് ഓർമ്മിക്കുക. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ അല്ലെങ്കിൽ ബലി അർപ്പിക്കുവാനോ ഒക്കെ ഏറ്റവും ഉചിതമായൊരു ദിവസമായിരിക്കുമെന്ന്. പ്രപിതാമഹന്മാരെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ, ക്ഷേത്രങ്ങളിൽ സമയക്കുറവുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അർച്ചനകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും. ഗുരുക്കന്മാരെ പൂജിക്കുവാനും സമ്മാനങ്ങൾ കൊടുക്കുവാനും ദക്ഷിണ കൊടുക്കുവാനും ഒക്കെ പറ്റിയൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. കലാപരമായ കാര്യങ്ങളിൽ പഠനം ഇതൊക്കെ ആരംഭം കുറിക്കുവാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കുമെന്ന്. മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ഉയരത്തിൽ കയറി ജോലി ചെയ്യുന്നവർക്ക് വീഴ്ചയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ആ വീഴ്ച ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ വന്ന് നേരിടുവാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ബന്ധുമിത്രാദികളിൽ ചിലരുമായി കലഹിക്കുവാനും വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഏർപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുമായി കൂടിച്ചേർന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ പങ്കാളികൾ ജീവിതത്തിലേക്ക് വരുവാനും കമിതാക്കൾക്ക് തമ്മിൽ കണ്ടുമുട്ടുവാനും ഗൗരവമായ കാര്യങ്ങൾ തീരുമാനിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആരോഗ്യപരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വസ്തു സംബന്ധമായ ചില ഇടപാടുകൾ നടക്കുന്നത് മൂലം മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിവൃത്തിയാക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വഴിവിട്ട ജീവിതം കണ്ട് മനക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിനൊരു പരിണാമമുണ്ടാകുന്ന രീതിയിൽ നല്ല കൗൺസിലിംഗ് ലഭിക്കുവാനോ പരിഹാരം ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മെച്ചപ്പെട്ട ഒരു മാറ്റം കണ്ട് സമാധാനിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നല്ല ഒരു അവസരങ്ങൾ ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. എണ്ണ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യമാണ് കൂടുതലായിട്ടുള്ളത്. ജോലി ഭാരം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങളൊക്കെ വന്നു ചേരാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കൊണ്ട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഉദരരോഗം, അസിഡിറ്റി വർദ്ധിക്കുവാനും വയറിന് അസുഖം വരുവാനും ഒക്കെ സാധ്യതയുണ്ട്.
ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ട ഒരു സമയമാണിത്. കാരണം നമുക്ക് 7.5 ശനിക്കാലമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ഗ്രഹം മോടി പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുവാനോ, സുഹൃത്തുക്കൾക്ക് സമ്മാനം കൊടുക്കുവാനോ ഒക്കെ അവസരം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കുവാനും സാധ്യത കാണുന്നു. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും അനുകൂലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം പറയുന്നു.